റിമീസ് കിച്ചൺ വ്ളോഗ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ മുല്ലപ്പൂ പൂത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല മണവും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവേ. ഏത് വീട്ടിലാണെങ്കിലും ഒന്നോ രണ്ടോ മുല്ലപ്പൂ ചെടിയെങ്കിലും ഉണ്ടാവാം. ഞാനിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് മുല്ലപ്പൂ കെട്ടുന്നത്. അതിന് വേണ്ടി ഇതാ 2 പ്ലാവലി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുപ്പിയുടെ അടപ്പ് വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്, റോസ് പൂ പോലുള്ളത്. പിന്നെ മിഷ്യൻ നൂല്, സൂചി. നമ്മൾ ഈ കട്ട് ചെയ്ത ഇലയുണ്ടല്ലോ, ഇത് നമ്മൾ വെച്ചതിന് ശേഷം ആ 2 ഇലൻ്റെ ഇടയിലായിട്ട് ഒരു മുല്ലമൊട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് സൂചിയുടെ നൂല് കൊണ്ട് കോർത്തെടുക്കാം. താഴ്ഭാഗത്തു നിന്നാണ് ആദ്യം മുകളിലേക്ക് എടുക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ മുട്ട് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടും. മിഷ്യൻ നൂലായതുകൊണ്ട് തന്നെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതിയേ, ഇല്ലയെന്ന് വെച്ചാൽ ഞെട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ പരമാവധി മുട്ട എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപോലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്ന് വെച്ചാൽ പൂവിന് വലിയ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. നമ്മൾ കോർത്ത് വരുമ്പോൾ നമ്മൾ ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ വെക്കുന്നത് 2 മുട്ടിൻ്റെ ഇടയിലായിട്ട് വേണം. നൂല് കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. കട്ട കെട്ടിയെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒന്ന് അഴിഞ്ഞു പോകുക. 2 ലെയർ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ലെയറുകൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കാം. നല്ല വട്ടമുള്ള കുപ്പിയുടെ അടപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വട്ടത്തിൽ തന്നെ ഈ പൂ കിട്ടും കെട്ടി വരുമ്പോൾ. ചെറിയ കുട്ടികളുടെ തലയിൽ വെക്കാനാണെന്ന് വെച്ചാൽ ഈ അളവ് മതിയാവും. നമുക്ക് ഇതുപോലെ വാഴപ്പോളയിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുണ്ടല്ലോ കുഞ്ഞു റോസാപ്പൂ, അതുകൂടെ നമുക്ക് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് അധികം മുട്ടിൻ്റെ ആവശ്യമില്ല. കുറച്ച് മുട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 3-4 എണ്ണം ചെയ്തെടുക്കാൻ പറ്റും. ഇത് തുന്നിയെടുക്കാൻ അധിക ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് ചെയ്യണവർക്ക് അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. 2-3 വട്ടം ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ നൂല് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കെട്ടുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്ലൈഡ് കോർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇത് നാളേക്ക് വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ടും. മറ്റൊരു വെറൈറ്റി പൂക്കെട്ടുന്ന വീഡിയോവുമായിട്ട് ഇപ്പോൾ നമുക്ക് നാളെ കാണാം. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വിരിഞ്ഞ് വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ.